ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ നേരം പുലർന്നപ്പോൾ എല്ലാവരും അവിടുത്തെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ്. എല്ലാവരും അവരവരെ കൊണ്ടാവുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്യാമോ അവനെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഓരോ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ നീലം പറയുന്നുണ്ട്, എടാ ശ്യാമേ, നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതൊന്നും സാരമില്ലടാ, ഞാൻ എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാചകത്തിൻ്റെ ജോലിയൊക്കെ തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവനെ കൊണ്ടാവും പോലെ ഹെൽപ്പ് ചെയ്യാണ്. രാധികയും മാമിയും ആണെങ്കിൽ തണുത്തു വിറച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് സെർവ് ചെയ്യാനുള്ള സമയം വന്നു. എല്ലാവരും തലയിൽ ആ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രാധികയാണ് വാസന്തിക്ക് അത് ഇടാനുള്ള വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നിനക്കിതൊക്കെ അറിയാമല്ലേ? വാസന്തി അവളെ പുകഴ്ത്തുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ബുഫേ സ്റ്റൈലിൽ ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുകയാണ്. ആ സമയത്ത് വാസന്തിയുടെ അടുത്തെത്തിയ സമയത്ത് വാസന്തി ആണെങ്കിൽ അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രാധിക പിടിച്ച് നുള്ളുവാണ്. അവൾ പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല അല്ലേ? ശരി ശരി, ഇനി ഞാനൊന്നും ചോദിക്കില്ല. എന്നിട്ട് വാസന്തി വീണ്ടും സെർവ് ചെയ്യാണ്. അങ്ങനെ പരിപാടിയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നീലന് വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന അയാൾ വന്നിട്ട് നീലനോടും ഇന്ദുവിനോടും വന്നിട്ട് പറയാണ്, ഈവൻ്റ് വളരെ ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ പ്രധാന കാരണം നിങ്ങളാണ്. കാരണം 500 പേർക്ക് ഫുഡ് പറഞ്ഞിട്ടും അത് 750 പേർക്കാക്കിയിട്ടും നിങ്ങളൊരു കുറവുമില്ലാതെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും പുഞ്ചിരിക്കുകയാണ്. അതുപോലെ വാസന്തിയും, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് 500 പേർക്ക് 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. വന്നവരെല്ലാം പറഞ്ഞത് ഭക്ഷണം വളരെയധികം ഇഷ്ടമായി എന്നാ. അവർ തന്ന ടിപ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൽ 2.5 ലക്ഷം രൂപയുണ്ട്. ഇതങ്ങോട്ട് വാങ്ങിച്ചോളൂ. അത് കേട്ട സമയത്ത് നീലനും ഇന്ദു ശരിക്കും അമ്പരന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരൊരിക്കലും അത്രയും അധികം പൈസയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, ഹാപ്പി അല്ലേ? വളരെയധികം സന്തോഷമുണ്ട് സാറേ. അപ്പോൾ വാസന്തി ആണെങ്കിൽ അമിതമായ സന്തോഷത്തോടെ രാധികയോട് പറയാണ്, എടി രാധി, എന്നെ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കേ. എൻ്റെ മോനിപ്പോൾ എന്നെ വിളിക്കും. എൻ്റെ കൈകൊണ്ട് പണം വാങ്ങിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. അത് ശരിയാ എന്ന് പറഞ്ഞിട്ട് രാധികയാണെങ്കിൽ മാമിയെ പിടിച്ച് എഴുന്നേൽക്കാൻ സഹായിക്കുകയാണ്. ആ സമയത്താണ് നീലൻ ഇന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ഇന്ദു, ഇങ്ങോട്ട് വാ. അത് കേട്ടപ്പോൾ തന്നെ വാസന്തി സങ്കടത്തോടെ അവിടെ തന്നെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ നീലൻ ഇന്ദുവിനോട് പറയുന്നുണ്ട്, താനുള്ളത് കൊണ്ടാണ് ഒരു കുറവും വരുത്താതെ നമുക്ക് ഈ ഈവൻറ്റ് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും മുൻപിൽ വെച്ചിട്ട് നീലൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദു തന്നെ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം തന്നെ നീലൻ അത്രയധികം മതിച്ചതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. പക്ഷേ രാധികയും വാസന്തിയും അതിനേക്കാളേറെ അമ്പരന്നിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരിക്കലും നീലൻ അങ്ങനെ ചെയ്യുന്ന അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്ദു അടുത്തേക്ക് പോയപ്പോൾ നീലൻ പറയുന്നുണ്ട്, താനുള്ളത് കൊണ്ടാണ് നമുക്കിത് ഇത്രയും എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പണം വാങ്ങാൻ യോഗ്യത തനിക്കാണ്. എന്നിട്ടും ഇന്ദു മടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നീലൻ പറയുന്നുണ്ട്, ഇന്ദു വാങ്ങിച്ചോന്നേ. ഇന്ദു, താൻ ഈ പണം വാങ്ങിക്കുന്നതാണ് എല്ലാം കൊണ്ടും ശരി. ഇന്ദുവിന് പണം കൊടുത്തുകൊണ്ട് അയാൾ അവരെ അംഗീകരിക്കുകയാണ്. രണ്ടുപേരും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിക്കുന്നത് അവള്. അപ്പോഴേക്കും രാധിക പതിവ് പോലെ മാമിയുടെ ചെവിയിൽ ഒതുക്കൊടുക്കുകയാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? മാമിയെ സൈഡാക്കിയിട്ട് നീലേട്ടൻ ഇന്ദുവിനെ പിടിച്ച് നിർത്തിയത് കണ്ടില്ലേ? അതേസമയം ടൗണിലൊരു ജീപ്പ് വന്ന് ഇറങ്ങുകയാണ്. ആ ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരുമല്ല, ജയദേവനായിരുന്നു. അവനാണെങ്കിൽ മുഖമൊക്കെ മറച്ചു വെച്ചിട്ടാണുള്ളത്. ജീപ്പ് ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് പണം കൊടുക്കുന്ന സമയത്ത് അവനിവിടെ താമസിക്കാൻ പറ്റിയ വലിയ ഹോട്ടലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ വഴി പറഞ്ഞു കൊടുത്തിട്ട് അയാൾ പറയുന്നുണ്ട്, അവിടെ ഇത്തിരി പണം കൂടുതലാണ്, അതൊന്നും പ്രശ്നമില്ല, എനിക്ക് പണമുള്ളതൊന്നും വലിയ കുഴപ്പമല്ല. എന്നിട്ട് അവനവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, സൗപർണികേ, നീ എന്നെ പറ്റിച്ചിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇവിടെ ഹണിമൂൺ ട്രിപ്പിന് വന്നിരിക്കുകയാണല്ലേ? അങ്ങനെ എൻ്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടി. ചേട്ടൻ ഇതാ വരുവാടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും വെച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ജയദേവൻ കൃത്യമായിട്ട് ഇന്ദുവും നീലനും എടുത്ത ആ ഒരു ഹോട്ടലിന് മുന്നിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഒരുപാട് കറങ്ങിയതിന് ശേഷം അതേസമയം എല്ലാവരെയും പുറത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് തിരിച്ചു കയറി വരികയാണ് നീലൻ. ആ സമയത്താണ് അവിടെ നേരത്തെ വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ സാറ് വരുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ പുറത്തു പോയതായിരുന്നോ? അതെ സർ, ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒന്ന് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വരാമെന്ന് കരുതിയതാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. സാർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. ഇല്ല, അതിനും മാത്രം വലിയ കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ട് കാട്ടിനുള്ളിൽ ഒരു ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കാരണം ഞാൻ ഫോറൻസുകാരെ വിളിച്ചിട്ട് അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്.
ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ ആർക്കും വരാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ എന്നിട്ട് ട്രിപ്പ് ക്യാൻസലാക്കിയിട്ട് പൈസ തിരിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് പണം തിരികെ തരാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്തിനാ വെറുതെ പൈസ കളയുന്നത്? നിങ്ങൾ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി പോയിട്ടൊന്ന് ആസ്വദിച്ചിട്ട് വന്നോളൂ. അത് കേട്ടപ്പോൾ നീലനും ഡെക്കിനൊക്കെ പറഞ്ഞറിയിക്കാൻ അവർക്ക് സന്തോഷം തോന്നുകയാണ്. വെറുതെ ചുളുവിലൊരു ട്രിപ്പ് കിട്ടുകയാണല്ലോ, പണം പോലും മുടക്കേണ്ടതില്ല. കാട്ടിനുള്ളിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു അഡ്വഞ്ചർ ആണല്ലോ. അപ്പോൾ നീലൻ ഇന്ദുവിനെ നോക്കുന്ന സമയത്ത് അവൾക്കും ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ സൗപർണിക്കാണെങ്കിൽ ശ്യാമിനോട് ശബ്ദം താഴ്ത്തി പറയാണ് ഫോറസ്റ്റ് ക്യാമ്പിംഗ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇന്ദു നീലനോട് പറയാണ്, പോവാൻ നീലേട്ടാ, ഈ സാറ് പറയുന്നത് കേൾക്കുമ്പോൾ ഞാനും നല്ലൊരു ത്രില്ലിലാണുള്ളത്, നമുക്കിന്ന് രാത്രി പോവാം. അപ്പോഴാണ് ദേഷ്യത്തോടെ വാസന്തി ചോദിക്കുന്നത്, എടാ നീല, നിനക്ക് ഞങ്ങളെയൊന്നും കാണുമ്പോൾ മനുഷ്യന്മാരായിട്ട് തോന്നുന്നില്ലേ? എന്ത് കാര്യവും നീ നേരെ നിന്റെ ഭാര്യയോട് മാത്രം എന്താ അഭിപ്രായം ചോദിക്കുന്നത്? അപ്പോൾ നീലൻ ചോദിക്കുകയാണ്, അതെന്താ അമ്മയും വരുന്നുണ്ടോ? അതെന്താ ഞങ്ങളൊന്നും വന്നാൽ ശരിയാവില്ലേ? അല്ലെങ്കിൽ തന്നെ ഞാനില്ലാതെ നീ കാട്ടിലേക്ക് തനിയെ പോവാമെന്നാണോ കരുതിയത്? ഫാമിലി ആയിട്ട് പോയിട്ട് വരാനല്ലേ സാറും പറഞ്ഞത്. അമ്മേ, അതെങ്ങനെയാ അമ്മേ ഈ രാത്രി സമയത്ത്, അതും കാടിൻ്റെ നടുക്ക്? അമ്മയ്ക്ക് അതൊക്കെ കണ്ട പേടിയാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ അമ്മ വരില്ലെന്ന് കരുതിയത്. അത് ഞാനല്ലേടാ തീരുമാനിക്കേണ്ടത്. എന്നാൽ ശരി, അപ്പം എല്ലാവർക്കും കൂടെ പോകാമല്ലേ? നീലൻ ചോദിച്ച സമയത്ത് അതെ അതെ എന്ന് പറഞ്ഞ് വാസന്തി സമ്മതിക്കുകയാണ്. പക്ഷെ അത് കേട്ടപ്പോൾ ഇന്ദുവിന് ആകെ നിരാശയാവുന്നുണ്ട്. അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവൾ കരുതിയത്. അപ്പോൾ ശ്യാമും സൗപർണികയോട് ചോദിക്കുകയാണ്, സൗപർണികയെ നമുക്ക് പോവാമല്ലേ? നീ ഓക്കെ അല്ലേ? ആ, ഞാൻ റെഡിയാണ്. എനിക്കിങ്ങനെയുള്ള അഡ്വഞ്ചറസൊക്കെ വളരെ ഇഷ്ടമാണ്. അവളും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കും പറയാണ്, എടാ അളിയ, ഇനി ആരെയും പിടിച്ചു കെട്ടി വെക്കാൻ എന്നെക്കൊണ്ടാവില്ലടാ. ഇനിയെല്ലാം ദൈവം വിചാരിച്ചതുപോലെ. നീലൻ സാറിനോട് പറയാണ്, സാർ എങ്കിൽ ഞങ്ങളെല്ലാവരും പോയിട്ട് വന്നോളാം. ശരി, എങ്കിൽ നിങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവാണ്. ആ സമയത്താണ് ജയദേവൻ ആ ഹോട്ടലിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവൻ നേരെ റിസപ്ഷനിൽ കയറിയിട്ട് സൗപർണികയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ഈ ഹോട്ടലിലാണോ താമസിക്കുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, സോറി സർ, ഞങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മറ്റുള്ളവരോട് പറയാറില്ല, അത് ഞങ്ങളുടെ പോളിസിക്കെതിരാ. അപ്പോൾ അവൻ പുഞ്ചിരിച്ചോട് പറയാണ്, ഇതെൻ്റെ റിലേറ്റീവ് കുട്ടിയാണ്, എന്നേക്കാളും മുൻപ് അവരിങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ വന്ന് ഫോൺ ചെയ്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓ, അപ്പോൾ റിലേറ്റീവ് ആണല്ലേ? ശരി, എങ്കിൽ പറയാം, അവരെല്ലാവരും ഫോറസ്റ്റിനുള്ളിലേക്ക് ക്യാമ്പിങ്ങിന് പോയിരിക്കുക. ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ചു നേരെ ആയുള്ളൂ. അപ്പോൾ അവന് സന്തോഷമായി സൗപർണിക അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. ഓ, ക്യാമ്പിങ്ങിന് എങ്ങോട്ടേക്കാണ് പോവേണ്ടത്? അവരേത് ഭാഗത്തേക്കാണ് പോയത്? അത് പിന്നെ ക്യാമ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ പുറത്ത് ഒത്തിരി വണ്ടികളുണ്ട്. ഓ, അങ്ങനെയാണോ? എങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം, താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് ജയദേവൻ അവിടുന്ന് പോവാണ്. അവൻ നേരെ പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. അവിടെ അയാളോട് ചോദിക്കുകയാണ് ഫോറസ്റ്റ് ക്യാമ്പിങ്ങിന് പോകാമെന്ന്. ഓ, കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ജയദേവനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴേക്കും നീലനും ടീമും ഒക്കെ കാട്ടിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രാത്രിയും ആയിട്ടുണ്ട്. അവരൊരു ജീപ്പിനകത്താണ് വരുന്നത്. ശരിക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് കാട്ടിനുള്ളിലായത് കാരണം അതിൻ്റെ ഒരു ഭീകരത അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നീലൻ്റെ ടീം കയറിയ വണ്ടി അവിടെ കാട്ടിനകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗൈഡ് അവരോട് വണ്ടി അവിടെ നിർത്താൻ പറയാണ്. രാത്രി ഇരുട്ടായത് കാരണം ഒന്നും കാണുന്നില്ലല്ലോ, ആരാ അതെന്നൊക്കെ പായസം വിളിച്ച് ചോദിക്കുകയാണ്. ഞാനാ നിങ്ങളുടെ ഗൈഡ്, ഞാനാണ് നിങ്ങളെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവേണ്ടത്. എടാ നീല, ഇതാണ് നമ്മുടെ ഗൈഡ്, വാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ ഗൈഡാണെങ്കിൽ അവർക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടി ഒരു തീപ്പന്തവും ടോർച്ചും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾ മുന്നോട്ട് നയിച്ചത് പ്രകാരം അവരെല്ലാവരും കാട്ടിനകത്തേക്ക് പോവുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ തീ കാഞ്ഞിട്ട് അവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. നീലനൊക്കെ തണുത്ത് വിറക്കുകയാണ്. ബാക്കിയുള്ളവരും അതേ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോഴേക്കും നീലൻ്റെ അടുത്ത് വന്നിട്ട് രാധിക ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ നീലൻ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണ്. രാധിക പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീലേട്ടൻ എന്തെടുക്കുക? അപ്പോൾ തിരിച്ച് കുറച്ചൊരു ദേഷ്യത്തോടെയാണ് നീലൻ തിരിച്ച് ചോദിക്കുന്നത്, നീ ഇവിടെ എന്തെടുക്കുക? ഷോ, ഭയങ്കര തണുപ്പാ നീലേട്ടാ, അതിനല്ലേ അവിടെ തീ കത്തിച്ചിരിക്കുന്നത്, അങ്ങോട്ട് പോയിട്ടിരിക്ക്. നീലേട്ടാ, എടി രാധി, നിന്നോടല്ലേ മാറിയിരിക്കാൻ പറഞ്ഞത്? അപ്പോഴേക്കും ഡെക്ക് വന്നിട്ടും പറയുന്നുണ്ട്, രാധി അവിടുന്ന് മാറിയിരിക്ക്. അപ്പോഴേക്കും അവിടെ കുറേ ടെൻറ്റുകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും വഴക്ക് പറഞ്ഞപ്പോൾ രാധി അവിടുന്ന് എഴുന്നേറ്റിട്ട് പോവുകയാണ്. രാധികയെ പിന്നാലെ പോയിട്ട് ഓരോന്ന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു ഡെക്ലേസ്. എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ മതി, അവിടെ പോയി നുഴഞ്ഞു കയറിക്കോളും. അതിനുശേഷം ശ്യാമും സൗപർണിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞങ്ങൾ റൂമിൽ അതിനകത്ത് സംസാരിച്ചിരുന്നു പോയി, തീ കൂട്ടാൻ ഞങ്ങളും വരുമായിരുന്നു. അതൊന്നും സാരമില്ല, ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്ക്.
അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് തീക്ക് ചുറ്റും ഇരിക്കുന്നിട്ടാണ് ഉള്ളത്. തീ കാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സൗപർണികയും ശ്യാമും പ്രണയത്തോടെ പരസ്പരം നോക്കും പോലെ തന്നെ ഇന്ദുവും നീലനും പരസ്പരം പ്രണയത്തോടെ നോക്കുവാണ്. പക്ഷെ ഇന്ദുവും നീലനും പ്രണയത്തോടെ നോക്കുന്ന കണ്ടപ്പോൾ രാധികയ്ക്ക് കുശുമ്പ് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അല്പ സമയം കൂടെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പോലീസുകാർ വന്നിട്ട് ഗൈഡിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ആകെ ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് ബാക്കിയുള്ളവർ. അപ്പോൾ പോലീസുകാർ അവിടെ നിൽക്കെ തന്നെ ഗൈഡ് നേരെ നീലൻ്റെ അടുത്തേക്ക് വരികയാണ്. സാർ, എന്താ സാർ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ സാർ, ഒരു കുഴപ്പമുണ്ട്. ഫെൻസിങ്ങിൽ നിന്ന് ഒരു പുലി പുറത്തേക്ക് ചാടി എന്നാണ് പറയുന്നത്. അത് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ നിലവിളിക്കുകയാണ്. ഇതുവരെ അതിനെ ട്രേസ് ഔട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഫോറൻസുകാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ആ പുലിയെ എത്രയും പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആ പുലിയെ പിടികൂടും. നിങ്ങളിവിടെ തീയൊക്കെ കത്തിച്ചിട്ടത് കൊണ്ട് പെട്ടെന്നൊന്നും പുലി ഇങ്ങോട്ടേക്ക് വരില്ല. എന്നാലും സേഫ്റ്റിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഇവിടെ നിന്നും പോവാൻ ഞങ്ങൾ പറഞ്ഞത്. അത് കേട്ടതും നീലം പറയുന്നുണ്ട്, സർ, പക്ഷേ ഞങ്ങൾ വന്ന വണ്ടിയൊക്കെ ഇവിടെ നിന്നും പോയി. വാസന്തിയും ബാക്കിയുള്ളവരും ഒക്കെ പേടിച്ച് നിൽക്കുകയാണ്. ഫോണിലാണെങ്കിൽ സിഗ്നലും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ സാർ ചെയ്യുക? നീലം പേടിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ പോലീസ് ജീപ്പിൽ തന്നെ നിങ്ങളെ ഈ 2 പേരെയായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ ഇറക്കി വിട്ടോളാം. എല്ലാവരും അത് സമ്മതിക്കുകയാണ്. അപ്പോൾ പേടിച്ചുകൊണ്ട് രാജേശ്വരി ചോദിക്കുന്നുണ്ട്, 2 പേര് വെച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ എപ്പോഴാണ് അങ്ങ് എത്തുക? അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ പറയാണ്, മൊത്തം 4 പേർക്ക് മാത്രമേ ജീപ്പിൽ കയറാൻ പറ്റുള്ളൂ. വഴിയൊക്കെ വളരെ മോശമാണ്. പോലീസുകാർ 2 പേരുണ്ടാവും. അതുകൊണ്ട് 2 പേർക്ക് മാത്രമേ നിങ്ങളിൽ നിന്നും കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈഡും പറയുന്നുണ്ട്, അത് മാത്രമല്ല, ആദ്യം ഹോട്ടലിലേക്ക് എത്തുന്ന ജീപ്പുകാർ അവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ജീപ്പുകാരെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാനും പറയാം. ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ ആദ്യം അമ്മയും ചെറിയമ്മയൊക്കെ പോട്ടെ അല്ലേ? പ്രായമായവരെ ഒരുപാട് നേരം ഇവിടെ നിർത്തണ്ട. അപ്പോഴേക്കും രാധിക ചാടിക്കയറി പറയാണ്, അത് പറ്റില്ല, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. മാമിയുടെ കൂടെ ആദ്യം ഞാൻ പോയിക്കോളാം. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, അവൾ പോട്ടെ നീല, ഞാൻ പിന്നീട് പോയിക്കോളാം. അപ്പോൾ വാസന്തിയെ പിടിച്ചിട്ട് രാധിക പിടിച്ചു വലിച്ചപ്പോഴേക്കും വാസന്തി പേടിയോടെ പറയുന്നുണ്ട്, അതെ, ഞാൻ കുറച്ച് നീങ്ങിയിരുന്നോളാം. നമ്മുടെ പിള്ളേരാരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. അത് കേട്ടപ്പോൾ ശ്യാമ് പറയാണ്, എങ്കിൽ ഞാൻ കൂടെ പോയിക്കോളാം. ശ്യാമിന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഇതുപോലുള്ള കാടുകളിലൊക്കെ ഞാൻ മുൻപ് പോയിട്ടുണ്ട്. ഞാൻ നോക്കിക്കോളാം. ശരി ശ്യാമേ. അങ്ങനെ ശ്യാമ് പോകാൻ തുനിഞ്ഞതും സൗപർണിക അവൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് അവളെ നോക്കിയിട്ട് അവളോട് പറയുന്നുണ്ട്, നീ പേടിക്കാതിരിക്കുക, ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം. അപ്പോഴാണ് അവൾ കൈവിടുന്നത്. അപ്പോൾ പായസാണെങ്കിൽ പിന്നീന്ന് കരഞ്ഞോണ്ട് പറയാണ്, മാമി എന്നെയും കൂടെ കൊണ്ടുപോ. പക്ഷേ അതൊന്നും കേൾക്കാതെ വാസന്തി രാധികയും ശ്യാമിനൊപ്പം ജീപ്പിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ദുവിനെ നോക്കിയിട്ട് നീലം പറയുന്നുണ്ട്, ഇന്ദു, താൻ ഭയപ്പെടാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല. നീലേട്ടാ, പുലിയെങ്ങാനും മറ്റും വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. പുലി ഇങ്ങോട്ടേക്ക് വരില്ലെന്നല്ലേ ഇവർ പറഞ്ഞത്. നമ്മുടെ സേഫ്റ്റിക്ക് മാത്രമായിട്ടാണ് നമ്മളിവിടെ മാറ്റുന്നതെന്ന് ഇവർ പറഞ്ഞതല്ലേ. താൻ പേടിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ആ ഒരു ഗൈഡ് പറയുന്നുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കാതെ നിങ്ങളൊക്കെ വന്നിട്ട് ഈ ടെൻ്റൊക്കെ ഒന്ന് അഴിക്കാൻ സഹായിക്കേ. പുലി വരുവോടോ, ഭഗവാനെ എന്നെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പായസമൊക്കെ അഴിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോരുത്തർ ചേർന്നിട്ട് ടെൻ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സൗപർണിക അവർ നിന്നിട്ടുണ്ടായിരുന്ന ആ ടെൻ്റാണ് അയക്കുന്നത്. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ആ കാഴ്ച കാണുന്നത്. ഒരു മരത്തിന് പിന്നിലായിട്ട് ജയദേവൻ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. അവൾ വീണ്ടും വീണ്ടും അവളുടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നോക്കുമ്പോൾ ജയദേവനാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും പിന്നീട് വീണ്ടും അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് പരിഹസിച്ച് ചിരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. പക്ഷേ ഇത്തവണ സൗപർണിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ജയദേവൻ തന്നെ പിന്തുടർന്ന് ഇവിടം വരെ എത്തിയെന്ന് പുലിയേക്കാളേറെ പേടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് അവൾക്ക് തോന്നുവാണ്. അവൾ ബാക്കിയുള്ളവരെയൊക്കെ നോക്കുന്ന സമയത്ത് നീലനും ഇന്ദുവൊക്കെ ചേർന്ന് ഓരോ ടെൻ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയദേവൻ കൈകൊണ്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അവളില്ല എന്ന് പേടിച്ചിട്ട് തലയാട്ടുവാണ്. അപ്പോൾ അവൻ ദേഷ്യത്തോടെ പറയാണ്, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും, പെട്ടെന്ന് വന്നോ. അവസാനം പേടിച്ചിട്ടാണെങ്കിലും അവൾ ജയദേവൻ വിളിച്ചെടുത്തേക്ക് പോവാണ്. അവനാണെങ്കിൽ അവളുടെ വായയും മൂക്കും പൊത്തിപ്പിടിച്ച് ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ അവളെയും വലിച്ചു കൊണ്ട് പോവാണ്. അവൾ തന്നാലാവും വിധം അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ്റെ ദേഹത്ത് അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജയദേവൻ്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. നീ എന്നെ പെരുവഴിയിലാക്കിയിട്ട് നിന്റെ കെട്ടിയോൻ ഒത്തിട്ട് ഹണിമൂൺ ആഘോഷിക്കുകയാണല്ലേ? നീ വീട് മാറിയിട്ട് അവിടുന്ന് മുങ്ങിക്കളഞ്ഞാൽ നീ എന്താ കരുതിയത് ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്നോ എന്നും പറഞ്ഞിട്ട് അവളെ പിടിച്ചവിടെ ഒരു ഏറ് കൊടുക്കുവാണ്. സൗപർണിക അങ്ങോട്ട് തെറിച്ച് വീണെങ്കിലും ജയദേവൻ അടുത്ത് വന്നപ്പോൾ അവൾ അവൻ്റെ മുഖത്തിന് നേരെ കാർക്കിച്ച് തുപ്പുവാണ്. അവനതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് ദേഷ്യം തീരുന്നില്ല. നീ ഇത്രയും കാലം കാണിച്ചതൊന്നും നിനക്ക് മതിയായില്ലേ?
അന്ന് ഞങ്ങളുടെ നീലേട്ടൻ്റെ അടുത്തുനിന്നും നാട്ടുകാരുടെ അടുത്തുനിന്നും ഇത്രയും തല്ലി കിട്ടിയിട്ടും നിനക്ക് നന്നാവാൻ തോന്നിയില്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ പിന്നെയും എൻ്റെ പുറകെ വന്നത്? എനിക്ക് ചുറ്റും എത്ര പേരുണ്ടെന്ന് നീ കണ്ടു കാണുമല്ലോ. ഞാൻ ചെറുതായിട്ടൊന്ന് ഒച്ച വെച്ചാൽ മതി, പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. ഞങ്ങളുടെ കൂടെ ഫോറൻസ് ഓഫീസർ ഉണ്ടെന്ന് നീ കണ്ടതല്ലേ? സൗപർണിക അവളെ കൊണ്ടാവുന്ന പോലെയൊക്കെ അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് കേട്ട് അവൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ കവിള് കുത്തിപ്പിടിച്ചിട്ട് പറയാണ്, എടി എന്താടി, ഹണിമൂൺ ആഘോഷത്തിൻ്റെ ബലത്തിലാണോ നീ ഇപ്പം എന്നെ തള്ളി പറയുന്നത്? അത്രയ്ക്ക് ധൈര്യം വന്നു തുടങ്ങിയോ നിനക്ക്? ഭർത്താവ് കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിലാണോ നീ ഇവിടെ കിടന്ന് അധിക പ്രസംഗം നടത്തുന്നത്? അവളുടെ കവിള് വിട്ടുകൊണ്ട് അവൻ പറഞ്ഞപ്പോഴേക്കും അവൾ ആകെ ചുമച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. നിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നിന്റെ കെട്ടിയോൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് വല്ല ചിന്തയുണ്ടോ നിനക്ക്? ഓരോ തവണ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവനവളെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളും അത് കേൾക്കുമ്പോൾ തോറ്റു പോകുന്നുണ്ടായിരുന്നു. നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവൻ വീണ്ടും നിന്നെ കൈവെള്ളയെ കൊണ്ട് നടക്കുന്നാണോ നീ കരുതുന്നത്? അത്രയ്ക്ക് വിഡ്ഢിയൊന്നും അല്ലടി അവൻ. അന്നാ നീലകണ്ഠൻ അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോൾ ഞാൻ ആരാണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ തല്ലുകൊള്ളുന്നത് നോക്കിക്കൊണ്ട് നിന്നില്ലേ നീ? നീ എന്താ കരുതിയത്? തല്ലും മേടിച്ചിട്ട് ഞാൻ ആ വഴി അങ്ങ് ഓടിക്കൊള്ളുന്നോ? അവൻ വിട്ടുകൊടുക്കുന്നില്ല എന്നെങ്കിലും സൗപർണികയെ വിട്ടുകൊടുക്കാൻ ഒരുക്കലായിരുന്നു. അതേടാ, ധൈര്യം തന്നെയാടാ. കൂടിപ്പോയാൽ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ച് നടന്നപ്പോൾ നിന്നെ വിശ്വസിച്ച് എന്തൊക്കെയോ തെറ്റ് ചെയ്ത് നടന്നു എന്ന് നീ പറയുമോ? അതോ അവൻ അറിയാതെ നിന്റെ കുഞ്ഞിനെ ഞാൻ കളഞ്ഞു എന്ന് പറയോ? എന്താ നീ പറയാ? എങ്കിൽ ചെല്ലടാ, ചെന്ന് പറഞ്ഞു കൊടുക്ക്. പണ്ട് ഞാൻ ആരും അറിയാതെ ഇഷ്ടപ്പെട്ട് നിന്റെ കൂടെ തെറ്റ് ചെയ്തിട്ടില്ല. ഭൂലോകത്തെമ്മാടിയായ നീ എന്നെ ബോധം കെടുത്തിയിട്ടല്ലടാ നിന്റെ ഇഷ്ടത്തിന് എൻ്റെ ശരീരം ഉപയോഗിച്ചത്. അങ്ങനെ കിട്ടിയൊരു ഗർഭം ഞാനങ്ങ് കളഞ്ഞു. ഇതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തതാണ് നീ പറയുന്നത്? നിന്നെപ്പോലൊരു മനുഷ്യമൃഗത്തിൻ്റെ കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ചിട്ട് എനിക്കൊരു ജീവിതം തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ പുറകെ നടക്കുന്നു നീ കരുതിയോടാ? അതിനൊന്നും മറുപടിയില്ലാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ജയദേവൻ. നീ എന്നോട് കാണിച്ച വേണ്ടാധീനം ലോകത്തെ ഏതൊരാളോട് പോയിട്ട് പറഞ്ഞാലും അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുള്ളൂ. ഞാൻ അറിയാതെ സംഭവിച്ച തെറ്റ് എൻ്റെ ഭർത്താവ് എന്നോട് ക്ഷമിക്കില്ലെന്ന് കരുതിയോ? ഇത്രയും കാലം ഞാൻ നിന്നെ പേടിച്ചിട്ട് നീ ചോദിച്ച കാശൊക്കെ നിന്റെ കയ്യിൽ കൊണ്ട് തന്നു. പക്ഷേ ഇനി എന്നെ അതിന് കിട്ടില്ല. നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാ നീ ചെയ്തോ. പഴങ്കഥകളൊക്കെ ചെന്ന് എൻ്റെ ഭർത്താവിനോട് പറയാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോയി ചെന്ന് പറയടാ. എൻ്റെ ഭർത്താവ് ഇങ്ങ് വരട്ടെ, ഞാൻ തന്നെ പോയി പറഞ്ഞോളാം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു കുന്തവും ചെയ്യാൻ പറ്റില്ല. അവൾ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ജയദേവൻ. അത് കണ്ടിട്ട് ദേഷ്യത്തോടെ സൗപർണിക പറയുന്നുണ്ട്, എടാ നീ ആരെയാടെ ഈ നോക്കി പേടിപ്പിക്കുന്നത്? നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പോയി ചെയ്യടാ എന്നും പറഞ്ഞിട്ട് അവൾ പുച്ഛിക്കുകയാണ്. അത് കേട്ടപ്പോൾ അവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവൻ എന്തിനാ ചിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് സൗപർണിക. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.